ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹന്ന ഷഫീദ്. അപ്പോൾ ഗൈസ് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ കണ്ണൂരിലേക്കാണ്. അപ്പോൾ കണ്ണൂരിലേക്ക് പോകുമ്പോൾ വേറെ ആരൊക്കെ ഉണ്ടോ ചോദിച്ചാൽ ഷെഫ്ഖാൻ്റെ ഫ്രണ്ടും വൈഫും ബേബിയും. അപ്പോൾ ഇതാണ് കേട്ടോ അവരെ ബേബീൻ്റെ പേര് എമി എന്നാണ്. അപ്പോൾ നമ്മളിത് അങ്ങോട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്തിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ബാക്കിൽ ഇരുന്ന് നല്ല കാറ്റൊക്കെ കൊണ്ടിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നത്. അത് നമ്മൾ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല ഉപ്പിലിട്ടൊക്കെ കണ്ടപ്പോൾ ഞാനത് കഴിച്ചു. അപ്പോൾ നമ്മൾ കണ്ണൂർ പെറ്റ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ടിക്കറ്റിനും കാര്യങ്ങളൊക്കെ അവർ നോക്കുക. അങ്ങനെ നമ്മൾ അതിൽ എൻട്രി ചെയ്തപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു കുതിരേനാണ് കണ്ടത്. കുതിരേനെ നോക്കി പിന്നെ അതാ ഓരോരുത്തർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ കണ്ട് അപ്പോൾ നമ്മളും ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അവിടെ എൻട്രിയിലായിട്ട് തന്നെ നമുക്കൊരു ഫുഡ് തരും. അത് പറയുമ്പോൾ ഫിഷ് ഫുഡ്. അപ്പോൾ നമ്മൾ കൈയൊക്കെ നല്ലോണം താഴ്ത്തിയിട്ട് വെച്ചെടുത്ത അപ്പോൾ മീനെല്ലാം വന്ന് നമ്മളെ ഇക്ലിയാക്കുന്ന ഒരു ഫീലാണെന്നാണ് അവിടെ അടുത്തുള്ളവർ പറയുന്നത്. അങ്ങനെ ഷെഫി ചെയ്ത് നോക്കി. ഞാനിത് അടുത്ത് ചെയ്യാൻ നോക്കുകയാണ്. എനിക്കാണ് മീൻ കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയാണ്. ഞാൻ ആ വെള്ളത്തിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കി വിളിക്കുന്ന അതിൽ, പക്ഷെ ഒന്നും മൈൻഡേ ഇല്ല. പിന്നെ ലാസ്റ്റിലേക്ക് എല്ലാം കൂടി വന്നപ്പോൾ ഞാൻ ഒറ്റൊരു കൈ എടുക്കൽ. ലാസ്റ്റ് നമ്മൾ അവിടേക്ക് എൻട്രി കയറുമ്പോൾ നമ്മൾ ഇതുവരെ കാണാത്ത അടിപൊളിയായിട്ടുള്ള ഓരോന്നും വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ അതിൻ്റെ നമ്മളിപ്പോൾ എന്താ ഇപ്പോൾ പറയുക, അത് ഓരോന്നും അറേഞ്ച്മെൻറ്റ് ചെയ്തത് ഭയങ്കര രസമാണ് കാണാൻ. പിന്നെ അതാ ഷെഫി അതാ മീനിനെ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ കാണുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കൈയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ നമ്മളിതാ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഷെഫിനോട് ചോദിക്കുക എങ്ങനെയുണ്ട്. അപ്പോൾ ഷെഫിനെ ഇട്ട് കളിയാക്കി. എനിക്ക് അങ്ങനത്തെ സംഭവങ്ങൾ ഭയങ്കര പേടിയാണ്. അങ്ങനെ നമ്മൾ പിന്നെ നമ്മളെ ബേഡ്സിൻ്റെ ആ സെക്ഷനിലേക്ക് പോയി. ബേഡ്സിൻ്റെ അവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഭയങ്കര നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് നമുക്ക് ഈ ഒരു ടിക്കറ്റ് എടുത്ത് നമുക്ക് ഏതെങ്കിലും ഒന്നിൽ എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ ഞാൻ അത് നോക്കി. പിന്നെ ഷെഫിനോട് ഞാൻ അങ്ങനെ പറയുന്നുണ്ട്, ഷെഫി അത് ചെയ്യ്. പക്ഷേ ഷെഫിക്ക് എന്തൊക്കെ ആണെങ്കിൽ തന്നെ പാമ്പിന് ഭയങ്കര അറപ്പാണ്. അപ്പോൾ ഷെഫി അത് മാത്രം ട്രൈ ചെയ്യേണ്ട വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ കൂടെ വന്ന ആളെ നല്ല പ്രോത്സാഹിപ്പിച്ച് ലാസ്റ്റ് ഞങ്ങൾ ഓൽക്കൊരു പണി കൊടുത്തതെന്ന് തന്നെ പറയാം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഷെഫിക്ക് ഇത് ഒരു പേടിയില്ലാത്തൊരു ഫീലായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര പേടിൻ്റെ മുഖത്ത് കണ്ടാൽ തന്നെ മനസ്സിലാവും. പക്ഷേ ഞാൻ ഫോട്ടോയിലൊക്കെ നല്ല ചിരിച്ചും കാര്യങ്ങളൊക്കെ നിന്ന്, പക്ഷേ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഞാൻ പേടിച്ചിട്ട് ഇനിട്ടോ കൈസ് നിൽക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ നമ്മളെ വെള്ള കീരി എന്നൊക്കെ പറയും, അങ്ങനത്തെ ഒരു ഇതിൽ പെട്ടതാണ്. അപ്പോൾ നമ്മളിതാ അങ്ങനെ ഷെഫി ഇങ്ങനെ അതിനിട്ട് കളിപ്പിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ കളിപ്പിക്കുന്ന കണ്ട് അപ്പോൾ ഷെഫി മേത്തും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മളിതാ അങ്ങനെ നേരെ വേറൊരു സ്ഥലത്തേക്ക് പോയി. അപ്പോഴാണ് കാണുന്നത് ഇവിടെ നമുക്ക് ഉള്ളിൽ നിന്ന് ഡയറക്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നല്ല രസമാണെന്ന് പറയുന്നത്. ഞാൻ വെള്ളം തൊടും കൈയെടുക്കും അല്ലാണ്ട് മീൻ വരുമ്പോൾ പക്ഷേ ഷെഫി ഇതാ ഫുഡ് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കേണ്ടത്. വെള്ളത്തിലേക്ക് കൈ നല്ലോണം ഡീപ്പായിട്ട് ഇറക്കിയിട്ട് അപ്പം ഇങ്ങനെ ഇക്കിളിയാക്കുന്നൊക്കെയാണ് മീൻ പറയുന്നത്. എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. ലാസ്റ്റ് അവിടെ അടുത്തുള്ളവർ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് ഷെഫിനോട് ഓളെ നിർബന്ധിക്കും. എൻ്റെ ഫേസ് കണ്ടാലറിയാം, എൻ്റെ എക്സ്പ്രഷനും കണ്ടാലറിയാം എനിക്ക് എത്ര പേടിയുണ്ട്. പിന്നെ ഷെഫ് ഇങ്ങനെ ഓരോന്നും പറയാം, കൈ ഇങ്ങനെ ആക്കിയാൽ മതി ഞാൻ കൈ ഉണ്ടാവും കൂടെ. അങ്ങനെ ലാസ്റ്റ് ഇതാ ഞാൻ പെട്ടെന്ന് കയ്യിൽ നിന്ന് എടുത്ത് ലാസ്റ്റ് നമ്മൾ വേറെ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ അവിടെ നമ്മൾ ഇതുവരെ കാണാത്ത ബേർഡ്സും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ പോയത് എങ്ങോട്ടാ വെച്ചാൽ മീനിൻ്റെ സെക്ഷനിലേക്കായിരുന്നു. അത് പറയുമ്പോൾ ഇതൊക്കെ അവിടെ നിന്ന് എടുത്ത് തന്നെ കാണുമ്പോൾ ഭയങ്കര ഭംഗിട്ടോ. നമ്മളിങ്ങനെ വേറെ ഏതോ സ്ഥലത്തെത്തിയൊരു ഫീൽ നമുക്ക്. ഞാനാണെങ്കിൽ ആ ഗ്ലാസിൻ്റെ അടുത്ത് കൈയൊക്കെ വെച്ചിട്ട് നല്ലോണം നോക്കുക, കാരണം നല്ല രസമുണ്ട് കാണാൻ തന്നെ. അങ്ങനെ ഞങ്ങൾ രണ്ടാളെ അങ്ങനെ നോക്കി നിന്ന് കുറച്ച് നേരം. അതൊക്കെ കഴിഞ്ഞപ്പോൾ അതാ നമ്മളെ പെറ്റ് സ്റ്റോറിൻ്റെ ഇതിൽ ഭയങ്കരമായി ഫേമസ് ആയ ഒരു പൂച്ചാണ് കേട്ടോ ആദ്യം കണ്ടത്. പിന്നെ അതാ ഷെഫിക്ക് ഇങ്ങനെ ഓരോരോ പണികളുണ്ട്, ഇങ്ങനെ കൈയൊക്കെ മേലോട്ട് പൊന്തിച്ച് നോക്കിയിട്ട്. പിന്നെ ഇത് അണ്ണാൻ ഒന്നിനെ കണ്ട് വേറെ എന്തെങ്കിലും നോക്കിയപ്പോൾ ഉള്ളിൽ കൂടി ഒരാൾ. ഇതിങ്ങളെ കൂടും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചത് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ എലിക്കാണെങ്കിൽ ഫുഡ് കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ബേർഡ്സിൻ്റെ അവരെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും, പിന്നെന്താണ് നമ്മളെ താറാവ് അങ്ങനത്തെ ഐറ്റംസിനൊക്കെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ വെച്ച് നല്ല ഭംഗിയുണ്ട്. അവിടുന്ന് ഫോട്ടോ വീഡിയോസ് എടുക്കുന്നതിനേക്കാളും എക്സ്പീരിയൻസ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് അവിടെ ഡയറക്റ്റ് പോയിട്ട് അവിടെ എക്സ്പീരിയൻസ് ചെയ്തതാണ്. പിന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ പിന്നെ എന്താ കിളീൻ്റെ സെക്ഷൻ തന്നെ ഓരോ ഇതും നമ്മൾ വെറൈറ്റി ആയിട്ട് കണ്ട്. തവള കണ്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല നമ്മളെ ടെഡി ബിയേഴ്സ്, പിന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഐറ്റംസാണ് അവിടെ കൂടുതലായിട്ടുള്ളത്. മേക്കപ്പ് പ്രൊഡക്റ്റ് ആയാലും അങ്ങനെ അവിടെ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോന്നായിട്ട് നോക്കി. പിന്നെ നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനത് ആ ക്യാപ്പൊക്കെ ഇട്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അതവിടെ വെച്ചിട്ടോ വേണ്ടാന്ന് പറഞ്ഞിട്ട്.
പിന്നെ ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് ഞാൻ പോയത് എന്താ വെച്ചാൽ നല്ല ക്യൂട്ട് സാധനങ്ങളുണ്ട്. എങ്ങനെ അറിയുമ്പോൾ ക്യൂട്ട് സാധനങ്ങൾ നമ്മളുണ്ടാവില്ല, എനിക്ക് ഇഷ്ടം ഇങ്ങനെ ചെറിയ ചെറിയ പൗച്ച്, അതേമാതിരി അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് തുറന്ന് നോക്കുക എന്തൊക്കെ ഉണ്ട്, ഷിബ് എത്ര ഉണ്ട്, അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ നോക്കുകയാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ ബോട്ടിൽസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഷെഫിനെ പറയും ഇങ്ങനെയൊക്കെ കുടിക്കുക, അങ്ങനെ ആക്കുക, അത് വാങ്ങി തരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളതാ എമ്മിനെ കൊണ്ട് വെള്ളത്തിൽ കാലൊക്കെ ഇട്ട് കഴിച്ച് ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. തിരിച്ച് പോകുന്ന സമയത്താണ് കാണുന്നത് ആ നേരത്തെ ഫസ്റ്റ് കണ്ടില്ലൊരു കുതിര, ആ കുതിരനായിട്ട് പുറത്ത് നിൽക്കുന്നത്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഷെഫി ആണെങ്കിൽ ഫോട്ടോസ് എടുക്കാറിന് പോയതാണ്. അതാ കുതിര ഇളക്കിയപ്പോൾ തന്നെ ഷെഫി പെട്ടെന്ന് കൈയെടുത്ത് പിന്നെ അത് എമ്മിങ്ങനെ നമ്മളെ താഴത്തു കൂടി ഇരുന്ന് നെരുങ്ങി കളിച്ച് നോക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ അതാ ഞങ്ങൾ രണ്ടാൾ അവിടെ നിന്ന് ഇറങ്ങാണ്. അവിടേക്ക് പോകുമ്പോൾ തന്നെ ഫൺ സിറ്റി പറഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട്, അത് എൻ്റർടൈൻമെൻറ്റ് പാർക്കാണ്, കിഡ്സിനൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ടെർഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചില്ല. ഫുഡ് കഴിക്കാൻ പറയുമ്പോൾ ബിരിയാണിയും പിന്നെ ഞാൻ ഫ്രൈഡ് റൈസാണ് വാങ്ങിയത്. അങ്ങനെ അതുപോലെ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫ്രൈഡ് റൈസും കഴിച്ച് അവർ ബിരിയാണി കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നല്ല ബ്ലോഗും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.